ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ചീരത്തോരനും ചോറിന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിപിഎച്ച് ഹോം. 2 തക്കാളി, മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തക്കാളി ആദ്യം നല്ലതുപോലെ ഒന്ന് വേവിക്കാൻ വെക്കണം. ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ഒരു 3/4 കപ്പോളം തേങ്ങ തിരുമ്മിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തേങ്ങ നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. കടുക് അരയ്ക്കണ്ട, കഴിക്കും. കൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വേവിച്ച തക്കാളിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെയും കടുകിൻ്റെയും മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ തേങ്ങയുടെ മിക്സ് ഒന്ന് വെന്ത് കിട്ടണം. ഇതിന് വേണ്ടി ഒന്ന് തിളച്ച് വരുന്നിടം വരെ തീരെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അങ്ങ് പിരിഞ്ഞു പോകും, കറിയുടെ ടെക്സ്ചർ മൊത്തമായിട്ട് അങ്ങ് മാറും. അതുകൊണ്ടാണ് തിള വരുന്നിടം വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങയും വെള്ളവും വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുത്ത് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ തീരെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ വെന്ത് കടുകൊക്കെ വെന്ത് നല്ല റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പോളം തൈര്, നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒട്ടും കട്ടകളില്ലാതെ അടിച്ചെടുത്തിട്ടുള്ള തൈരോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം നല്ലൊരു ചൂടുണ്ട് കറിക്ക്. അതുകൊണ്ട് തൈരോട് ചേർത്ത് കൊടുത്ത് തൈരൊന്ന് ചൂടാവാനായിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അത്യാവശ്യം നമ്മളിപ്പം ഇതൊരു കിച്ചടി പരുവത്തിലാണ്. നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിന് കിച്ചടിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ കറി ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചോറിന് ഒരു ഒഴിച്ചു കറിയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തക്കാളി വെച്ചിട്ടാണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റോടുകൂടി ഒരു കറിയാണ്. ഇനി നമുക്ക് ചീരത്തോരൻ തയ്യാറാക്കാനായിട്ട് പോകാം. ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കുമ്പോൾ 2 വറ്റൽമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റിൽ വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള, ചെറിയൊരു സവാളയാണ് സ്ലൈസായിട്ട് അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാളയുടെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി ഒന്ന് വാടിക്കിട്ടുന്ന വരെ തീരെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. ശേഷം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള പച്ചച്ചീരയാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ചീരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്ക് ചീര ഒന്ന് വെന്തെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങയാണ് തിരുമ്മി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് തേങ്ങയൊന്ന് ചതച്ചെടുക്കുക. നമ്മൾ വെളുത്തുള്ളി ഈ തോരൻ ഉപയോഗിക്കുന്നില്ല, സവാളയും പെരുംജീരകമാണ് ഈ തോരൻ ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ തേങ്ങ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ ചീര വേവിക്കാൻ വെച്ചത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് കിട്ടണം. തേങ്ങയുടെ നല്ലതുപോലെ ഒന്ന് ആ പച്ച നിറമൊക്കെ ഒന്ന് മാറി വേവിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുത്ത് 1 മുതൽ 2 മിനിറ്റ് സമയം തീരെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റിൽ, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇല്ലാത്ത നല്ലൊരു വെറൈറ്റി ടേസ്റ്റിൽ ഒരു ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഉച്ചയൂണിന് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന 2 കറികളാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മടിക്കരുത്. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.